അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ നല്ലൊരു അടിപൊളി കാന്താരി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ ചിഞ്ചച്ചിൽ മുത്തുഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊണ്ട് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണോളം പച്ചമല്ലി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. നമ്മളിതുപോലെ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചെറിയ ഉള്ളി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ, എങ്കിലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചതച്ചതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. നമ്മളിതുപോലെ വാട്ടിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഉള്ളി വാടി കിട്ടണം കേട്ടോ, എങ്കിലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഏകദേശം 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടില്ല, അതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ, എങ്കിലാണ് നമ്മൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക, ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡുക്കും മസാല എത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വന്നോളും. ഒരിക്കലും നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ല, ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മളിതുപോലെ കാന്താരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരിക്കലും മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 20 കാന്താരി മുളക് നടുക കീറിയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മുളകിൻ്റെ അളവൊക്കെ ഓരോരുത്തരും എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി 1-2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മളിതുപോലെ കാന്താരി ചിക്കൻ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലെ മുളക് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കഴിച്ച് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കാന്താരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, പൊറോട്ട, വെള്ളപ്പം എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മളെ ചിഞ്ചച്ചിലും മുത്തുഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.